പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന തിരുവോസ്തിരൂപനായ ദിവ്യകാരുണ്യ ഈശോയിലോട്ട് നമുക്ക് നോക്കി അന്നിറ സാന്നിധ്യത്തിലായിരിക്കുന്ന ഈ നിമിഷം കർത്താവിനോടുള്ള സ്തുതികളോടുകൂടെ നമുക്ക് അടയാം. ആരാധനയോടുകൂടെ, കൃതജ്ഞതയോടുകൂടെ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നിമിഷമായിരിക്കാം. ഈ 3 മണി നേരം ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ പ്രമാണമായ ദിവ്യയാഗമായി മാറിയ ആ സഹനത്തോട് നമ്മളെ ചേർത്ത് പിടിക്കാം. ഈശോയുടെ ആ പീഡകളോട് നമ്മളെ ചേർത്ത് പിടിക്കാം. ഈശോ കടന്നുപോയ അനുഭവിച്ച വേദനകളോട് ചേർത്ത് പിടിക്കാം നമ്മുടെ ജീവിതത്തെ. ആണിപ്പാടുള്ള കൈകളെ നമുക്ക് നോക്കാം. ആണിപ്പാടുകളുള്ള മുറിവുകളുള്ള കൈകളെ നമുക്ക് ഓർക്കാം. തോമാസ് ലീഹായോട് തൻ്റെ മുറിവുള്ള കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, നീ സ്പർശിച്ച് വിശ്വസിക്കുക. ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ ഈശോ ഈ തിരുവോസ്തി രൂപനായി നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് പറയുക, അതേ ഈശോയാണ് 2000 വർഷം മുമ്പ് ഈ ലോകത്തിൽ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്ന് നമ്മളോടൊത്ത് ജീവിച്ച് നമ്മളോടൊത്ത് വസിച്ച് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ഭരിക്കുകയും ചെയ്ത അതേ ഈശോയാണ് ഈ നിമിഷം നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ആ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിഷമങ്ങളെയും, നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെയും, ക്ലേശങ്ങളെയും, രോഗങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കും സങ്കീർത്തകനോടുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ. നീതിമാനായി അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അപേക്ഷയിലെയും എൻ്റെ രക്ഷയും നൽകുന്ന ശക്തിദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഈ നിമിഷം സങ്കീർത്തനോടൊത്തു തന്നെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആശ്രയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്, ധ്യാനിക്കുവാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രഭാഷകന്റെ 24-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു:
ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തെ, ഉപവനത്തെ നനച്ചുകൊണ്ട്, അതിനെ കുതിർത്തുകൊണ്ട്, അത് നദിയായി പിന്നീട് ഒരു സമുദ്രമായി വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു വലിയ മാറ്റത്തെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സക്കേവൂസിൻ്റെ ഭവനത്തിൽ കടന്നു വരുന്ന ഈശോയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളാണെങ്കിലും നമ്മൾ നേരിടുന്ന, നമ്മുടെ കഷ്ടപ്പെടുന്ന, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, നമ്മൾ മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ ശീലങ്ങൾ, ഒത്തിരിയേറെ ജീവിത മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ സാഹചര്യങ്ങൾ നമ്മൾ വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ആഗ്രഹിച്ചിട്ടും ഒന്നും മാറാത്ത മേഖലകളെ ഈ നിമിഷം നമുക്ക് ഈ വചനത്തോട് ചേർത്ത് പിടിക്കാം. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനായിരുന്നു. സ്നേഹമുള്ളവരെ, സക്കേവൂസ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കേവൂസിന് ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പണമുണ്ടായിരുന്നു, പ്രസിദ്ധി ഉണ്ടായിരുന്നു, തനിക്ക് വേണ്ടതെല്ലാം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടും തന്നിൽ ഒരു പൂർണ്ണത ലഭിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് സക്കേവൂസ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതിന് തുല്യമായി സക്കേവൂസിന് അനുഭവപ്പെട്ടു. അവനൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. സക്കേവൂസിന് ഈ ജീവിതത്തിൽ നിന്നും ഒരു ജീവനില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് യേശുവിനെ എനിക്ക് കാണണം എന്ന് സക്കേവൂസ് ആഗ്രഹിച്ചത്. യേശുവിനെ എനിക്ക് കാണണമെന്ന് സക്കേവൂസ് ആഗ്രഹിച്ചു. എന്ന് വച്ചാൽ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, ഒരു ജീവൻ്റെ സ്രോതസ്സിനെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. തീവ്രമായിട്ടുള്ള ആഗ്രഹത്താൽ യേശുവിനെ കാണുവാനായിട്ട് സക്കേവൂസ് ആഗ്രഹിച്ചു. ഈ സക്കേവൂസിനെ പോലെ നമ്മളും കർത്താവിനെ കാണുവാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. യേശു നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ തീവ്രമായ ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ബലഹീനതകളെ മറികടക്കുമ്പോൾ, നമ്മുടെ കുറവുകളെ മറികടക്കുമ്പോൾ സക്കേവൂസിനെ പേര് ചൊല്ലി വിളിച്ചതുപോലെ നമ്മളെയും കർത്താവായ യേശു പേര് ചൊല്ലി വിളിക്കുന്നു. ആ മാറ്റത്തിലോട്ട് പേര് ചൊല്ലി വിളിക്കുന്നു. ആ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാനായിട്ട് കർത്താവ് ഇന്ന് സക്കേവൂസിലൂടെ നമ്മളോട് എല്ലാവരോടും പറയുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അവനെ മറ്റുള്ളവരെല്ലാവരും ഈശോയെ കുറ്റപ്പെടുത്തിയപ്പോൾ അതൊന്നും കണക്കിലാക്കാതെ അവനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവായ ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ വസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സക്കേവൂസ് എഴുന്നേറ്റ് പറയുന്നു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. പരിഹാരത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ് സക്കേവൂസ് തൻ്റെ ഭവനത്തിൽ യേശു പ്രവേശിച്ചപ്പോൾ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് കടന്നു വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് വസിക്കുമ്പോൾ, കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന യേശു നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ തന്നെ നമ്മൾ ഒതുങ്ങാതെ
നമുക്ക് ലഭിച്ച കൃപയുടെ പരിഹാരം ചെയ്യുവാനായിട്ട് നമ്മളെ ഇന്ന് കർത്താവ് വിളിക്കുകയാണ്. ആരോടെങ്കിലും വിദ്വേഷമോ ആരോടെങ്കിലും പകയോ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഈ നിമിഷം സക്കേവൂസിനെ പോലെ ആ പരിഹാരം ചെയ്യുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അവരോട് ക്ഷമ ചോദിക്കുക. അവരോട് ക്ഷമ ചോദിച്ച് അവരുമായിട്ട് രമ്യതപ്പെടുവാനായിട്ട് ഈശോ ഈ നിമിഷം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ യേശു സക്കേവൂസിനോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പരിഹാരത്തിനായിട്ട് കെട്ടിക്കിടക്കുന്ന ഒത്തിരിയേറെ കടങ്ങളുണ്ട്. നമുക്ക് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ, കരുണകൊന്തയിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരിഹാര പ്രവൃത്തികൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനായിട്ട് ക്ഷമയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയുടെ ആയിരിക്കാം, സ്നേഹത്തിൻ്റെ ആയിരിക്കും, വെറുപ്പിൻ്റെ ആയിരിക്കാം, പൈസയുടെ ആയിരിക്കാം, സ്വത്തിൻ്റെ ആയിരിക്കാം. ഈ മേഖലകളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പരിഹാരത്തിനായിട്ടുള്ള ഒരു തുറവിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടും മാറാത്ത നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ ആ വലിയ തിരുമുറകളോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ആശീർവാദം നമ്മുടെ ജീവിതത്തിലെ, കുടുംബങ്ങളിലെ, നമ്മൾ താമസിക്കിടങ്ങളിൽ വ്യാപിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.